ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഈ ചാനൽ തുടങ്ങിയത് എനിക്ക് കിട്ടുന്ന പുതുതായിട്ടുള്ള അറിവുകൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പം എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ഒരു ചെമ്മീൻ കണ്ടിയുണ്ട്. എല്ലാവർക്കും എന്താണ് ചെമ്മീൻ കണ്ടി എന്ന് അറിയാമെന്ന് തോന്നുന്നു, പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ ആർക്കും അത്ര അറിയില്ല. ഇപ്പം ഈ നെൽകൃഷിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരവിടെ നല്ല സജീവമായിട്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് അവിടേക്ക് പോയിട്ട് അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞാലോ? അപ്പോൾ നമ്മൾക്ക് ഈ ചെമ്മീൻ കടീനെ കുറിച്ച് ഒരുപാട് അറിയാൻ വേണ്ടിയിട്ട് സജീവൻ അങ്കിളിനോടും നാരായണ അങ്കിളിനോടും ചോദിച്ചാലോ? അതിനുമ്പ് പറയാനുള്ളത്, ഇത് 12 ഏക്കർ സ്ഥലത്താണ് ഇപ്പോൾ ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ആദ്യം മാൻ പവറിലാണ്, ആദ്യകാലത്തൊക്കെ മാൻ പവറിലാണ് ഇതിൻ്റെ ബണ്ട് നിർമ്മിക്കുന്നത്. ഇപ്പോൾ ഇത് JCB വന്നിട്ടാണ് ആ പ്രവർത്തനം. കാലത്തിനനുസരിച്ചുള്ള മാറ്റം. നേരത്തെ മാൻ പവറാണ്, മറ്റു സാധ്യതമായിട്ട് അവരാണ് ഈ ചളിക്കോരി തീർച്ചാണ് ഇത്ര വലിയ ഈ ബണ്ട് ഉണ്ടാക്കിയിരുന്നത്. ഈ ഉണ്ടായിരിക്കുന്നത് അവിടെ മുതൽ ഈ 12 ഏക്കറിലായാലും ഈ കുറച്ചായിരിക്കും ഇത്ര വലിയ ബണ്ട് വേണം ചുറ്റുമുള്ള. അപ്പോൾ ഇപ്പോൾ JCB ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്നാൽ അന്നത്തെ മാതിരി തന്നെ ഈ വർക്ക്, ഈ മഞ്ച ഉണ്ടാക്കുന്നത് അന്നും ഇന്നും ഒരേ രീതി തന്നെയാണ്. മരം ഇതിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മരം പിന്നെ വെള്ളത്തിൽ നശിവാത്ത പ്രത്യേകതരം മരമുണ്ട്. അത് നമ്മൾ ഈ ഇരുമ്പൂതി എന്ന് പറഞ്ഞൊരു മരമുണ്ട്, പിന്നെ കരുവ, പിന്നെ പുളി ആണ്. അതായത് വെള്ളത്തിലിട്ടാലേ മരത്തിന് നാശം ഇത് ക്ഷയം സംഭവിക്കൂല. അപ്പോൾ മറ്റുള്ള മരത്തിനൊക്കെ ഭയങ്കര വിലയാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ പുളി, പിന്നെ എന്താണ് മാവ്, താനി അതുപോലത്തെ മരങ്ങളാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. പലക്ക് വേണ്ടിയിട്ട് പലക്ക് മാത്രം ഈ പല ഇതാ ഉദ്ദേശിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഇതിൽ മാവ് ഉപയോഗിക്കും. ബാക്കി കാലൊക്കെ നല്ല ഇതുണ്ടാവണം. കാരണം ഒരു വർഷം അല്ലെങ്കിൽ 2, 3 വർഷം കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് അത് ഈ സംഭവമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. അതിൻ്റെ വേറൊരു പ്രത്യേകത. പിന്നെ ഒരു കൊല്ലം കൂടെ തന്നെ ആ കാലം നശിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പെൻസായിട്ട് നമുക്ക് വരും ഭാവിയിൽ. ഉണ്ടാക്കിയിട്ട് വെള്ളം കയറ്റാൻ ഇത് പലയിട്ടിട്ട് ബ്ലോക്ക് ചെയ്യാനും ബസ് വെച്ച് ഇതാക്കാനും അത് ഇറക്കം ദിവസമായിട്ട് തുറന്നു വിടാൻ ഇത് വെച്ചിട്ട് പോകാനും എല്ലാം സൗകര്യത്തിനും ഇത് പലയിട്ടിട്ട് ഇവിടെ ബ്ലോക്ക് ആക്കും. പിന്നെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. പല അത് കാണിച്ചു തരാം. വേണം കാണിച്ചു തന്നാൽ ഈ ഒരു ദിവസം തന്നെ നമ്മൾ 2 വേലിയേറ്റവും 2 വേലി ഇറക്കും. ഈ പുഴയിൽ നിന്നുള്ള മത്സ്യസമ്പത്തുകൾ ഈ വേലി ഏറ്റ സമയത്താണ് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഇതുപോലെ അടിയിൽ നിന്ന് മേലോളം വെച്ചിട്ട് മുമ്പിലേക്ക് ഇങ്ങനെ ഇടും. ഇത് ഫുള്ളായിട്ട് ബ്ലോക്ക് ആയാലും ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇരുന്ന് നമ്മൾ ആ വെള്ളം അവിടെ പിടിച്ച് നിർത്തിച്ചു വെള്ളത്തിന് സ്റ്റോപ്പ് ചെയ്തു. അങ്ങോട്ടും പോകുന്ന ഇങ്ങോട്ടും വരില്ല. അത് ഏറ്റം കയറുമ്പം ഇങ്ങോട്ട് കയറ്റിയതിന് ശേഷം ചെമ്മീൻ ഇങ്ങോട്ട് അല്ല, ഈ ഏറ്റം കയറുമ്പോൾ ഈ ഏറ്റവല എന്ന് പറഞ്ഞ സാധനം അത് തുറന്നിട്ട് അങ്ങോട്ട് പോകും. അതിൻ്റെ ഫ്രണ്ട് തുറന്നിട്ടുണ്ടാവുക. അതിനെ കൂടെ കയറിയിട്ട് ഒന്നും പോലെ പുറത്തേക്ക് പോകാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ വെള്ളത്തിന്റെ കൺട്രോൾ വേണം. ഇതിലെ കൂടെയാണ് വെള്ളം ഈ ഇതിലെ കൂടെയാണ് മത്സ്യങ്ങൾ ഉള്ളിലേക്ക് നമ്മളെല്ലാം കൺട്രോൾ, ഇതിന്റെ പോക്ക് വരവിനെ കൺട്രോൾ ചെയ്യുന്നത്, ഈ വെള്ളത്തിനെ കൺട്രോൾ പിടിക്കേണ്ടത് എല്ലാം ഈ മഞ്ചയിലെ കൂടെ മാത്രമാണ്. ഈ ചെറ മറ്റു വെള്ളം തടഞ്ഞു നിർത്താനും ഇത് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് പിന്നെ നല്ല ഏട്ടത്തിന് വെള്ളം വേലി ഏറ്റത്തിന് ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഈ വെള്ളത്തോടൊപ്പം തന്നെ മത്സ്യങ്ങളും ഇതിനുള്ളിലേക്ക് പ്രവേശിക്കും. എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ കയറിയ മത്സ്യങ്ങൾ ഈ വിശാലമായ ഇതിൻ്റെ ഉള്ളിൽ താമസാക്കും. അത് ചെമ്മീനും ഇതെല്ലാം ഇതെല്ലാം ഇതിനുള്ളിൽ താമസിക്കും. വളരെ ചെറിയ മത്സ്യക്കുഞ്ഞുങ്ങളെ വരുന്നെങ്കിൽ ഒരാഴ്ച കൊണ്ട് അത് 2-3 ആഴ്ച കൊണ്ട് ഇതിനുള്ളിൽ വളർന്ന് അത് വലിയ ചെമ്മീനും വലിയ മത്സ്യങ്ങളായിട്ട് അവരുടെ ആവാസ കേന്ദ്രമായി ഇത് മാറും. ഈ സ്ഥലം മാറും ഈ പുഴയിൽ നിന്ന്. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ചു പോകുമ്പം ഇപ്പോൾ നാനേട്ടൻ പറഞ്ഞു ഇത് ദശ എന്ന് പറയില്ല. ദശ എന്ന് പറയില്ല ഈ സാധനത്തിന്. ഈ വെള്ളം ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ ഇത് ഇവിടെ വെച്ച്
വെള്ളം മാത്രം പോകും, ഇതിലുള്ള മത്സ്യങ്ങൾക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. ബാക്കി അവിടെ എല്ലാം സ്റ്റോപ്പ് ആവും. മത്സ്യങ്ങൾ എന്തുണ്ട് ഈ സാധനം കൊണ്ട് ഇവിടെ ബ്ലോക്ക് തിരിച്ചറിയും ഇങ്ങോട്ട് പോകാൻ കഴിയില്ല. വെള്ളം നമ്മൾ ഇതിലെപ്പം പിടിച്ചു വെക്കണം, അതിലാണ് ഇവർ വളരുക. ഒരു മിനിമം വെള്ളം നമ്മൾ അപ്പം അതിന് അങ്ങനെ ഈ പലയാടി ഇട്ട് വെക്കും. നമുക്ക് വേണ്ടുന്ന വെള്ളം അതിനാണ് പലയാട ബ്ലോക്ക് ആയത്, അതിന് മേലത്തെ കൂടെ മാത്രമേ വെള്ളം വിടുള്ളൂ. അപ്പോൾ ഒരു ഇതിലൊരു നിശ്ചിത വെള്ളം ഉണ്ടാവും. ഈ ചെമ്മീൻ ഏത് നമ്മൾ ഈ തുടങ്ങുന്നത് ഇപ്പം നമ്മൾ ഡിസംബർ തൊട്ടായത് ഇതിൻ്റെ പണി ഏകദേശം പൂർത്തിയാക്കി സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഏപ്രിൽ ആകുമ്പോൾ വീണ്ടും കൃഷിക്കാർക്ക് ഈ കണ്ടി നമ്മൾ ഒഴിഞ്ഞു വിടണം. അത് കൃഷിക്കാരും നമ്മളും തമ്മിലൊരു എഗ്രിമെൻ്റാണിത്. ഇത് കഴിഞ്ഞ പാട് അവർക്ക് ഇത് വിട്ടുകൊടുക്കും കൃഷി ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇതെല്ലാം ആ വെള്ളത്തിൽ പിടിക്കുന്ന ഈ കൺട്രോളെല്ലാം സാധാരണ ലെവലിലേക്ക് തന്നെ പോകുന്ന പരിപാടിയില്ല, വെള്ളം കയറ്റൂല, ഒന്നുമില്ല. വെള്ളം ന്യൂട്രലായിട്ട് അങ്ങോട്ടും പോകും ഇറങ്ങും. ഞാൻ അവർ കൃഷി ചെയ്യേണ്ടതാണ്, അവർക്ക് എല്ലാ സൗകര്യവും നമ്മളങ്ങനെ ചെയ്തു കൊടുക്കും. കണ്ടി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ്. എത്രയോ അടുത്ത ഒരു 10-15 വർഷമായിട്ട് ഇതൊന്നും അല്ലാതെ കണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, ഇതിൻ്റെ എക്സ്പെൻസ്, ഇത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ. ഇത് മൊത്തം കാട് കയറി നശിച്ചു പോയി. ഭയങ്കര എക്സ്പെൻസീവാണ്, നല്ല എക്സ്പെൻസീവാണ്. ഞാൻ ഇതിലേക്ക് തന്നെ പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ നമ്മൾ ഉള്ളൊരു നന്മ സ്വാശ്രയ സംഘമുണ്ട്. ആ സ്വാശ്രയ സംഘത്തിൻ്റെ പ്രവർത്തകർ നമ്മൾ കേരള സർക്കാർ നടപ്പാക്കുന്ന നെല്ലും മീനും പദ്ധതിയിലേക്കൂടിയാണ് വീണ്ടും ഈ കണ്ടീനെ പുനർജനിപ്പിച്ചത്. ശരിക്ക് നിങ്ങൾക്കറിയാലോ, അടുത്ത കാലം വരെ വലിയ കണ്ടലിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രമായി മാറിയ ഒരു സ്ഥലമാണ് ഇത്. അതിന് ഈ സംഘത്തിൻ്റെ പ്രവർത്തകർ മൊത്തം നമ്മൾ സർക്കാരിൻ്റെ ആ നടപടിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഒരു അത്ര വലിയൊരു വർക്ക് എന്ന് വെച്ചാൽ ഓരോ കാടും ഓരോ മരവും ഇങ്ങനെ ഒഴിവാക്കിയിട്ടാണ് ഇതിനെ വീണ്ടും അതൊരു വലിയ ത്യാഗം തന്നെ. നന്മ സ്വാസ്ഥ്യ സംഘത്തിൻ്റെയും കേരള സർക്കാരിൻ്റെയും ഒരു നല്ല ഇടപെടൽ അല്ലെങ്കിൽ നല്ല പദ്ധതി നെല്ലും മീനും. ആ പദ്ധതി കൊണ്ടാണ് നമ്മൾ ഈ മുള്ളൂർ ഗ്രാമത്തിൽ ഈ ഒരു ഭാഗം തിരിച്ചു കിട്ടി എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഒരുപാട് ആൾക്കാർക്ക് ഇത് കാണാൻ ഒരുപാട് മേലിൽ ഈ സ്ഥലത്ത് വരാറുണ്ട്. ഇപ്പോൾ നമ്മൾ പിന്നെ അവരെ ആ നെല്ലും മീൻ പദ്ധതി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 3 നാൾ കൂടിയിട്ടുള്ളൊരു ഗ്രൂപ്പാണ് ഈ പരിപാടി ഇത് വീണ്ടും കൊണ്ട് നടത്തുന്നത്. നമ്മളും ഇവിടെയില്ല ഈ കൈപ്പാടിൻ്റെ ഉടമസ്ഥരായ ഫാർമേഴ്സുമായിട്ടുള്ള ഒരു 5 വർഷത്തെ എഗ്രിമെൻറ്റ് വീണ്ടും ഉണ്ട്. പിന്നെ ഒരു ഫാം ഗ്രൂപ്പേഴ്സ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഫിഷിംഗ് ആൻഡ് ഫാം ഗ്രൂപ്പ്, അതായത് മത്സ്യം അതിൻ്റെ ഒപ്പം തന്നെ കൃഷിയോടെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 1 വർഷം പിന്നിട്ടു. എന്നാലും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വലിയൊരു എക്സ്പെൻസ് ആണ് ഈ പദ്ധതിയായിട്ട് ഇങ്ങനെ ഒരു ഇതിന് പോകാൻ പ്രയത്നമുണ്ട്. കാലാവസ്ഥ അല്ലേ ആ സമയം രാത്രി കറക്റ്റ് 1 മണിക്കാണെങ്കിൽ 1 മണിക്ക് നിന്ന് വെള്ളം കയറ്റി ഇറക്കം പോകുന്നതിന് മുമ്പേ വെള്ളം റെഡിയാക്കിയിട്ട് വെള്ളം ഇട്ട് വെച്ചില്ലെങ്കിൽ വെള്ളം പോകും. അപ്പൊ ഈ കണ്ടിക്ക് എപ്പോഴും ഒരാള് വേണം അല്ലെ നോക്കാൻ വേണ്ടിട്ട്. ഈ ഒരു പീരീഡ് ഞാൻ പറഞ്ഞു ഡിസംബർ തൊട്ട് ഈ ഏപ്രിൽ ഒരാൾ ഇപ്പം ഇതിപ്പം ഹാഫ് സീസണാണ്, ഇതിന് സീസണാണ് വരാൻ പോലും. അപ്പൊ നമ്മൾ ഇതൊക്കെ പുതുക്കി റെഡിയാക്കി 1 മാസം 2 മാസം ഫുള്ള് ഇങ്ങനെ പിടിക്കൊന്നുമില്ല, മത്സ്യം പിടിക്കാണ്ട് അതിൽ വളർന്നിട്ട് അതിനുശേഷം ഒരു ഏകാദശി മുതൽ ആണ് ബലം വെക്കും. അന്നേരം വെച്ചിട്ട് ഇറക്കത്തിൽ നല്ല ബാറ് ആയിട്ടാകുമ്പോൾ പുറത്ത് കുറച്ച് വെള്ളം പറ്റുമ്പോൾ ഇവിടെ വെള്ളം കൂടുതലാകുമ്പോൾ നമ്മൾ ഈ പലയെടുക്കും. ഈ വലയുടെ കിട്ടും. ഇത് പലയെടുക്കുമ്പോൾ നല്ല ശക്തിയിൽ അതൊരു ലൈറ്റും വെക്കും. ലൈറ്റ് വെച്ചാൽ മീനിൽ ആകർഷിച്ച് വരും. ഈ വെള്ളത്തിന്റെ ബാറിനെല്ലാം വലയിലേക്ക്. ഈ മഴക്കാലത്ത് ഈ വെള്ളപ്പൊക്കം അതിന് എന്തെങ്കിലും എഫക്ട് ചെയ്യാം? ഇത് അന്നേരം ഇതൊന്നും നമ്മളൊക്കെ തുറന്നു വിടും. എല്ലാം ഞാൻ ആ കാണുന്നത് ഇപ്പൊ നിങ്ങള് രാത്രിയിലെല്ലാം നിക്കുന്ന സെറ്റ് അല്ലേ, ഷെഡ്? അതൊരു ഷെഡ് അത്യാവശ്യമാണ് നമുക്ക്. ഇങ്ങനെ കാലാവസ്ഥ ചില സമയത്ത് വളരെ വൈഡായിട്ടായിരിക്കും നിങ്ങൾ വരുന്നുണ്ടാവുക. പിന്നെ നമുക്ക് രാത്രി ഒരാൾക്ക് കിടക്കണം സൗകര്യം. നമ്മളെ 3 ആളൊക്കെ വരുമ്പോൾ 3 ആൾക്കുള്ള ഇത് സൗകര്യം. നേരെ ഇപ്പം നാട്ടിലെ പണിക്കാരായതുകൊണ്ട് ഇപ്പം നാനാട്ടും നമ്മളെ നാട്ടിലടുത്തില്ല, അവർക്ക് ഭക്ഷണമോ കാര്യമോ വേണ്ട. നേരത്തെ മറ്റ് ജില്ലകളിൽ നിന്നാണ് ഇത്തരം പിന്നെ ജോലിക്ക് ആൾക്കാർ, കൊച്ചി, ആലപ്പുഴ അങ്ങോട്ട് നിന്നാണ് ഈ ജോലിക്ക് ആൾക്കാർ വന്നത്. അപ്പം ഇപ്പം അവർ ഇങ്ങോട്ടേക്ക് വരുന്നില്ല, കാരണം അവരുടെ നാട്ടിൽ തന്നെ മറ്റുള്ള ജോലി അതുമായിട്ട് ബന്ധപ്പെട്ട് ആരും കിട്ടുന്നില്ല. ഇപ്പം നമ്മളെ നാട്ടിലുള്ളവർ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് ഭക്ഷണം അവരവരെ വീട്ടിൽ നിന്ന് ആയിക്കൊണ്ട് ആ സെറ്റപ്പ് ഉണ്ട്. അല്ലെങ്കിൽ അവിടെ ഭക്ഷണം എല്ലാം സൗകര്യം വീട്ടിനുള്ളിൽ ഒരുക്കണം. ഇവർ ഇവിടെ തന്നെ ഉണ്ടാവണം. മറ്റേത് വിധത്തിലുള്ള എന്താ പറയേണ്ട ബുദ്ധിമുട്ടുകൾ പല ഭാഗത്തുനിന്നും വരാം. അത് രാത്രിയിൽ കണ്ടിയിൽ അതിക്രമിച്ച് കയറുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു കാവൽക്കാരന് അത്യാവശ്യമാണ്. പിന്നെ ഈ വെള്ളത്തിൻ്റെ കൺട്രോൾ അതുമാതിരി രാത്രി ഏറ്റം സമയത്ത് നമ്മളിവിടെ വലിയ തീയിടും. അപ്പോൾ ആ തീയിടുന്ന സമയത്ത് അത് മത്സ്യത്തിനെ
അങ്ങോട്ടുള്ള മത്സ്യത്തിനെ ആകർഷിക്കുന്ന രീതിയിൽ ഇവിടെ ഒരു ചുവന്ന ഇപ്പം പുതിയ ചുവന്ന ലൈറ്റും അവിടെ തീയൊക്കെ നമ്മൾ ഇട്ട് ഈ ഏറ്റ സമയത്തും മത്സ്യത്തിനെ ഇതിനുള്ളിലേക്ക് ആകർഷിക്കും. അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് മത്സ്യം ഇവിടെ ഇങ്ങനെ ചില മത്സ്യങ്ങൾ ഈ ലൈറ്റിന് ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഈ ഒഴുക്കപ്പെട്ടിട്ട് ഉള്ളിലേക്ക് തള്ളിപ്പോലാം. അപ്പോൾ ഇതിനുള്ളിൽ കയറിയ എല്ലാ മത്സ്യവും നമ്മളതായി. അങ്ങനെയാണ് അതിൻ്റെ. അപ്പോൾ നമ്മളെ പരമാവധി അത്തരത്തിലുള്ളൊരു പ്രവർത്തനം കാണിക്കും. ഇവിടെ തന്നെ നിന്ന് ഏറ്റ സമയത്ത് വളരെ ജാഗ്രതയോട് കൂടിയിട്ട്. അന്നേരം പിന്നെ ഇവിടെ ഇങ്ങനെ പബ്ലിക്കിനെ അധികം കടത്തി വിടാണ്ട് അവരുടെ ഇതിൽ തന്നെ ചെയ്യും. അത് അങ്ങനെ നോക്കി നടത്തിയാൽ മാത്രമേ നമുക്കൊരു മുന്നോട്ട് പോകാൻ. നേരത്തെ എങ്ങനെ ചെയ്താലും നല്ല മെച്ചപ്പെട്ട സംഭവം ഇപ്പം വളരെ ഇതാണ്, പിറകിലോട്ടാണ്. അത് എന്താ പറയുക, ടൈം പാസ് പറഞ്ഞൂടെ ഒരു ജോലി എന്നുള്ളതിലേക്ക് നമ്മളിങ്ങനെ പോകുന്നു ഈ പ്രവർത്തനമായിട്ട്. മുള്ളൂർ ഗ്രാമത്തിൽ നമ്മൾക്ക് 3 ചെമ്മീൻ കണ്ടികളാണ് ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് അതിൽ ആദ്യത്തെ ചെമ്മീൻ കണ്ടിയാണ്. ആ ചെമ്മീൻ കണ്ടി നിർമ്മിച്ചതെന്ന് പറഞ്ഞാൽ മാൻ പവറിൽ ഉണ്ടാക്കിയ ചെമ്മീൻ കണ്ടിയാണ്. വളരെ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കിയ ചെമ്മീൻ കണ്ടിയാണ്. അക്കരെ ഉള്ളത് ഹൈടെക് ചെമ്മീൻ കണ്ടിയാണ്. അപ്പോൾ നമ്മളുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ അക്കരയിലെ ചെമ്മീൻ കണ്ടിയിൽ പോകുന്നതാണ്. അപ്പോൾ അവിടത്തേക്ക് പോകണ്ടെങ്കിൽ നമ്മൾ തോണിയിലായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ആ വീഡിയോ കാണണമെങ്കിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.